എബ്രഹാം, സാമ്പത്തികമായി പരോക്ഷമായോ പ്രത്യക്ഷമായോ ബാധിക്കാത്തതായ ഒരു രാജ്യവും ഇന്ന് ലോക ഭൂപടത്തിലില്ല. കാരണം എന്താ, ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുകയാണ്. ഒരു കപ്പൽ അതിക്രമിച്ച് കയറിയാൽ കത്തിച്ചു കളയുമെന്ന് ഇറാൻ വെല്ലുവിളിക്കുകയുമാണ്. എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതൊരു ചോദ്യമാണ്. ഒരൊറ്റ ദിവസം ഈ നമ്മുടെ കയറ്റുമതി റദ്ദു ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കോടിക്കണക്കിനാണ്, ലക്ഷക്കണക്കിന് കോടിയാണ് നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞ 4 ദിവസമോ അമേരിക്ക പ്രത്യാശ വെച്ച് പുലർത്തുന്ന 4 ആഴ്ചയോ അതിനപ്പുറത്തേക്ക് യുദ്ധം നീളുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിചാരിക്കാൻ കഴിയുന്നത്. ഇല്ല, ആദ്യം ചോദിച്ച സാമ്പത്തിക ഒരു ആസ്പെക്ട്, എക്കണോമിക് ആസ്പെക്ട് പറയുകയാണെന്നുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നമ്മളെ ബാധിക്കുന്നത് കൂടുതലാണ്. ശരിയാണ്, ലോകത്തിന്റെ ഏകദേശം 25% ക്രൂഡ് ഓയിലും LNGയും LPGയും കടന്നു വരുന്ന ഒരു സ്ട്രേറ്റ് ആണ്. പക്ഷെ അവിടെ ഇന്ത്യയുടെ 50% ക്രൂഡ് ഓയിൽ റിക്വയർമെന്റ്സും വരുന്നത് ഇതേ സ്ട്രേറ്റിൽ കൂടെയാണ്. അതുകൊണ്ട് നമ്മളത് വലിയ രീതിയിൽ ബാധിക്കും. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഗുണം, ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിന് തൊട്ടു മുന്നേ സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നു ട്രംപിന്റെ ടാരിഫ്സിനെ തള്ളിക്കൊണ്ടത്. നമുക്ക് വലിയ ഗുണമായി. അതുകൊണ്ട് ഇപ്പം ഈ 50% ഒരു പരിധി വരെ റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു പരിധി വരെ ഈ പ്രശ്നം ഉണ്ടാക്കിയ അമേരിക്ക വെനിസ്വേലയുടെ ഓയിൽ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ട്രംപ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് ഈ പറയുന്ന പോലെ ഒരു രാജ്യത്ത് അതിക്രമിച്ച് കയറുന്നു, അവിടെ ആക്രമണം നടത്തുന്നു, അവിടെ ആളുകൾ മരിക്കുന്നു. പക്ഷെ മറുവശത്ത് ഇതേ ട്രംപ് ലാഭം കൊയ്യുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അതിന്റെ ടൈം ലൈൻ അറിയാം. വെനിസ്വേലയിൽ മദുരോയെ എടുത്ത് മാറ്റി അവിടുത്തെ ഓയിലിന്റെ കൺട്രോൾ കൈക്കൊണ്ടുവന്നു. ഓൾറെഡി അമേരിക്ക ഓയിൽ റിച്ച് കൺട്രിയാണ്, കയ്യിൽ ആ കൺട്രോൾ കൊണ്ടുവന്നു. ഇപ്പോ ലോകത്തിന് മൊത്തം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി LPGയും LNGയും ക്രൂഡ് ഓയിലും ഒക്കെ തടസ്സം വന്നപ്പം ഓരോരുത്തരായിട്ട് ആരുടെ അടുത്താ പോകുന്നെന്ന് നോക്കിയേ. അമേരിക്കയുടെ അടുത്താ പോകുന്നത്. ഇന്ന് ഇന്തോനേഷ്യ പ്രഖ്യാപിച്ചു മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ പരിപാടി നിർത്തി, ഞങ്ങൾ ഇനി അമേരിക്കയിൽ നിന്നാണ് മേടിക്കാൻ പോകുന്നത്. ഇന്ത്യയും പോകും, മറ്റു രാജ്യങ്ങളും പോകും. കാരണം ഇപ്പൊ ഈ തടസ്സം ഉള്ളത് കൊണ്ട് മറ്റു മാർഗങ്ങളില്ല. അവിടെ പോലും ട്രംപ് ഇതിനിടെ പാരലലി ലാഭം കൊയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം. 2, യുദ്ധം എപ്പോ അവസാനിക്കും എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഇപ്പൊ തുടങ്ങിയ സ്ഥിതിക്ക്, കാരണം ഇനിയിപ്പോ ഒരു അവസരം അവരുടെ ആംഗിളിൽ ഞാൻ പറയാണ്, ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആംഗിളിൽ പറയുമ്പോഴത്തേക്കും ഇരു കൂട്ടർക്കും നവംബറിൽ കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഇലക്ഷൻ വരുവാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ടേം ഇലക്ഷൻസ് വരുവാണ്. അവിടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലോ സെനറ്റിലോ അദ്ദേഹത്തിന് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ ഇപ്പൊ കാണിക്കുന്ന അൾട്ടിമേറ്റ് പവർ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. സ്വയം അങ്ങ് ഓരോ തീരുമാനങ്ങൾ എടുത്തൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒന്ന്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി ഇലക്ഷൻസ് വരുവാണ്. അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഇലക്ഷൻസ്. അതുകൊണ്ട് ഇനി ഒരു അവസരം അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. പിന്നെ സമ്മർദ്ദത്തിന്റെ രീതിയിൽ നമുക്ക് വേണേൽ ചിന്തിക്കാം. ശരിക്കും ഇത്ര ആളുകൾ മരിക്കുന്നു, ഗൾഫ് മേഖലയിലൊക്കെ ആകപ്പാടെ ഭീതിയിൽ കഴിയുന്നു ആളുകൾ, അതിന് എക്കണോമിക് ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ശരിക്കും ഫാക്ച്വലി ചിന്തിച്ചു നോക്കിയാൽ 2.5 വർഷമായിട്ട് പലസ്തീനിൽ ഇത്രയും വലിയ യുദ്ധം നടന്നു. 70,000 ആളുകൾ മരിച്ചു, 1,70,000 ആളുകൾക്ക് പരിക്കേറ്റു, ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്നു. എന്നിട്ട് സമ്മർദ്ദം തോന്നാത്ത അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പൊ സമ്മർദ്ദം തോന്നുന്നുണ്ടോ? അതാണ് അടുത്തൊരു ചോദ്യം. ഇന്നിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ന്യായീകരണം എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ദഹിക്കുന്നതാണോ എന്നറിയില്ല. വിചിത്രമായ ന്യായമാണ് വന്നിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചേക്കും എന്ന്, ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്നൊരു വിവരം കിട്ടി. അതുകൊണ്ട് തിരിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും, ഇറാൻ അമേരിക്കയെ ആക്രമിക്കും എന്നൊരു വിവരം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമവാക്യം തന്നെ ഇത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയേണ്ടി വന്നത്. ആർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമവാക്യം പുറത്തേക്ക് വരുന്നത്? അല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ സ്ഥലത്തും ഇൻവേഷൻ നടത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള അമേരിക്കയുടെ പല വാദങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇറാഖ് ഒരു ക്ലാസിക് എക്സാമ്പിൾ. ഇന്നിപ്പം UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് നിന്ന് ആക്രമണം ഒന്നും പ്രതീക്ഷിക്കേണ്ട, സപ്പോർട്ട് തരാം, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്റർസെപ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ട്രംപ് വളരെ നിരാശനായിരുന്നു. പക്ഷെ അത് പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, ഇറാഖിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് എനിക്കും ഈ ലോകത്തിനും ഭയമുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന വാദം ശരിയാണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന ന്യൂക്ലിയർ കപ്പാസിറ്റി അടിച്ചു തകർത്തുന്ന 2025 ജൂണിൽ ബാധിച്ച നിങ്ങൾ തന്നെ ഇപ്പൊ ന്യൂക്ലിയർ കപ്പാസിറ്റി തീർക്കാനായിട്ടാണ് അവിടെ ഇറങ്ങുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു സമീപനം, ഈ പറഞ്ഞ ഇന്റർനാഷണൽ ലോയെ മൊത്തം പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം. പക്ഷെ ഇത് എനിക്കൊന്ന് ഒരു പരിധി ഒരു സിസ്റ്റമിക് ഇഷ്യൂവും കൂടെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ ശരിക്കും എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്, ആളുകളെ അടിച്ചമർത്തിയിട്ടുണ്ട്, ജയിലിലിട്ടിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അവിടെ ഇടപെടേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും അമേരിക്കയാണോ എന്നൊരു ചോദ്യമുണ്ട്. അമേരിക്ക അല്ല ഇടപെടേണ്ട. ഇന്റർനാഷണൽ ബോഡി ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് തകർന്ന് തരിപ്പണമായി യൂസ്ലെസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം വന്നതുകൊണ്ട് ഈ ഒരു സിസ്റ്റമിക് ഇഷ്യൂവിൽ ഇരകളായിട്ട് കുറെ രാജ്യങ്ങളും ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ചൈനയും റഷ്യയും അമേരിക്കയും പോലുള്ള കുറെ രാജ്യങ്ങളും ഉള്ളിടത്തോളം കാലം ഇങ്ങനത്തെ ട്രെൻഡുകൾ നമ്മൾ മുന്നോട്ടും കാണും.
ശരി, ഒരൊറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം വി ആർ അനൂപിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ധാരണ ഒരു തന്ത്രം എന്ന നിലയ്ക്ക് കൈക്കൊള്ളുന്നു. കാരണം GCCയിൽ നിന്നുള്ള എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടാകും, നമുക്ക് ഊർജ്ജ മേഖലയിലെ അപര്യാപ്തത പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെ ഒരു സംഘം ചേരലായി വേണമെങ്കിൽ കാണാം. ഇപ്പോൾ ബ്രിട്ടനോട് വലിയ തോതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതിനെ അമേരിക്ക എങ്ങനെ കാണും എന്നതൊരു വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് നമ്മുടെ നിലപാട് എന്ന് ഉറച്ചു പറയാൻ കഴിയുമോ? അല്ല, അതില് നമ്മള് ഒരു പരിധി വരെ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. കാരണം റഷ്യയുമായിട്ട് ഇത്രയധികം സാങ്ഷൻസിന്റെ വകയായിട്ടും അല്ലാത്ത പ്രഷർ അമേരിക്ക തന്നപ്പോഴും നമ്മൾ റഷ്യയുടെ ഒപ്പം നിന്നു. കാരണം വർഷങ്ങളായിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്ന സർവേലൻസിന്റെ രീതിയിലും മിലിറ്ററി എയ്ഡിന്റെ രീതിയിലും ഇന്റലിജൻസിന്റെ രീതിയിലും ഒക്കെ സപ്പോർട്ട് തരുന്ന രാജ്യമാണ് റഷ്യ. അവരെ കൈവിടാതെ ഇത്ര നാൾ നിന്നു. പക്ഷെ ഭാഗ്യവശാൽ, അതാണ് ഞാൻ മുമ്പും പറഞ്ഞത്, ഇന്ത്യക്ക് ഒരു ഭാഗ്യമുണ്ട്. അതായത് കൃത്യം യുദ്ധത്തിന് മുന്നേ സുപ്രീം കോടതി വിധി വന്ന് ട്രംപിന്റെ ടാരിഫ് എന്നുള്ള പ്രഷർ തള്ളിക്കളഞ്ഞതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇനി റഷ്യ അടുത്തുനിന്ന് മേടിക്കാം. പക്ഷെ നമ്മൾ റഷ്യ അടുത്തുനിന്ന് മാത്രമായിരിക്കും മേടിക്കുന്നത്. അതുകൊണ്ടായില്ല. നമ്മൾ തീർച്ചയായിട്ടും വെനിസ്വേല ഓയിൽ ഡിപ്പെൻഡ് ചെയ്യും, അമേരിക്കൻ ഓയിൽ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ WTI ക്രൂഡ് ഓയിൽ ഇപ്പോഴത്തെ ബ്രെന്റ് ക്രൂഡ് ഓയിലിനെക്കാളും ചീപ്പും കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയും ഇന്തോനേഷ്യയും മറ്റു രാജ്യങ്ങളും അങ്ങോട്ടുകൂടെ നോക്കും എന്നുള്ളത് വ്യക്തമാണ്. ശരി, ആ ആധിപത്യം പൂർണ്ണമായും സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്. Debate with Madhu Saji.